എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഫൈറ്റർ എന്ന ചാനലിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്താണ് ഇത്ര ഇമ്പോർട്ടൻറ്റ് ഫിറ്റ്നസ്സിൽ വെച്ചാൽ ബ്രീതിങ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് തന്നെ ജീവശ്വാസത്തിലേക്കൂടെയാണ്, ശ്വാസം വലിക്കുന്നുണ്ട്. അപ്പോൾ ശ്വാസം വലിക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് ചെയ്യുമ്പോഴും അല്ലാണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നോർമലായിട്ട് ഡീപ്പ് ബ്രെത്ത് ഇല്ല എന്നെല്ലാം പറയും. ആൾക്കാരിപ്പോൾ ഭയങ്കര ഷാലോ ബ്രെത്താണ്, അങ്ങനെ ശ്വാസം വലിക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം സ്ലോ ആൻഡ് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ആയാലും നമ്മുടെ ബ്രീതിങ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അതിനാണ് കാര്യം നമ്മളെ സ്റ്റാമിന ഒക്കെ നമുക്ക് പതുക്കെ കൂട്ടിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ മസിൽസിനൊക്കെ അല്ലെങ്കിൽ ബോഡീൻ്റെ പല ഏരിയാസിലും സ്ട്രെയിനും വരാണ്ടിരിക്കാൻ നമ്മളെ സഹായിക്കും. എങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ കൂടെ. ഓക്കെ, അപ്പം എക്സസൈസ് നമ്മൾ ഇപ്പം നിങ്ങൾ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്ത് നോക്കാം. ഇപ്പം ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വായിലേക്കൂടെ മൂക്കിലേക്കൂടെ ചെയ്യുക, വായിലേക്കൂടെ ചെയ്യുക, അതിൽ പ്രശ്നമില്ല. ബ്രീത്ത് ഇൻ മൂക്കിലേക്കൂടെ തന്നെ ചെയ്യണം. പക്ഷേങ്കിൽ ബ്രീത്ത് ഔട്ട് നിങ്ങൾ വേണമെങ്കിൽ സ്ലോ ആയിട്ട് ഒന്നിക്കിൽ വായിലേക്കൂടെയോ ഇല്ലെങ്കിൽ മൂക്കിലേക്കൂടെയോ ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ ആയാലും ശരി, ഓടുമ്പോൾ ആയാലും ശരി, വലിയ പ്രശ്നമില്ല. ഓക്കെ, പക്ഷേ ബ്രീത്ത് ഇൻ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്, നമ്മൾ മൂക്കിലേക്കൂടെ തന്നെ ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ അത് നമ്മൾ ഫിൽറ്ററാണ്. അതിലേക്കൂടെ പോകുമ്പോൾ മാത്രമേ നമ്മൾ പ്യുവർ എയർ, ഫിൽറ്റേർഡ് എയർ നമ്മൾ ലങ്സിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോറിനില്ലേ, ഈ കോർ നമ്മുടെ അബ്ഡമൻ ഏരിയ കോർ ഫുൾ എത്ര ടൈറ്റായി നോക്കിയാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇവിടെ തൊട്ട് നോക്കുക. ഓക്കെ, ഒരു നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇവിടെ എത്ര സ്ട്രോങ് ആയി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രെങ്ത് ഇത് നമ്മൾ വളരെയധികം യൂട്ടിലൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രെങ്ത് ഉള്ളപ്പോൾ നമ്മുടെ ബോഡി ആണെങ്കില്ല സ്റ്റേബിളായിരിക്കും, ആ ഒരു പൊസിഷനിൽ സ്റ്റേബിളായിരിക്കും. നമ്മൾ എന്ത് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒടിയോ വളയോ ഉളുക്കുകയോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും സംഭവിക്കാൻ വളരെ ചാൻസ് കുറവാണ്, അല്ലെങ്കിൽ സംഭവിക്കില്ല. പിന്നെ അത് നമ്മളെ ബ്രീതിങ്ങിനെയും ഇമ്പ്രൂവ് ചെയ്യും, നമ്മളെ മസിൽസിലേക്ക് നമ്മളെ പ്യുവർ ഓക്സിജൻ ബ്ലഡിലേക്ക് കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ അത് വളരെയധികം ആവശ്യമാണ് നമുക്ക്. ഓക്കെ, പക്ഷേ കുറേ തരം എക്സസൈസിൻ്റെ അറോബിക് അനാറോബിക് എക്സസൈസ് എന്ന് പറയും. പക്ഷേ അതൊക്കെ വേറെ ഒരു ഡൊമൈനിലേക്ക് പോകുമ്പോൾ, പക്ഷേ നോർമലി ഒരു വെയിറ്റ് ലിഫ്റ്റർ അല്ലെങ്കിൽ ഒരു നോർമൽ എക്സസൈസ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ സ്ട്രെങ്ത് ബിൽഡിങ് ചെയ്യുന്ന ആൾ എല്ലാവരും ബ്രീതിങ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പല ജിമ്മിലും ഞാൻ പല സമയത്തും പോയ സമയത്തും ആൾക്കാർ ചെയ്യുന്ന രീതിയും ഈ ഒരു ട്രെയിനർ ആയാലും ശരി ആയാലും ശരി നമുക്ക് ബ്രീതിങ് ടെക്നിക്ക് ആരും പറഞ്ഞിരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. വളരെ ചുരുക്കം, അല്ലെങ്കിൽ വിരലിലുണ്ടാകുന്ന ആൾക്കാർ മാത്രമേ ബ്രീതിങ്ങിനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാർ പോലും ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളുമാണ്. പക്ഷേ എങ്ങനെ ഇത് ആർക്കും പറഞ്ഞു കൊടുത്തില്ലേ, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും തന്നെത്താൻ ചെയ്തോളുന്നില്ലൊരു ധാരണ എല്ലാവർക്കും ഉണ്ടോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സേർട്ട് ചെയ്ത് നമ്മൾ ശ്രമകരമായിട്ടൊരു കാര്യം ചെയ്യും. നമ്മളിപ്പോൾ ഒരു സാധനം എടുത്ത് പൊന്തിക്കുന്നു താഴ്ന്ന്. ഓക്കെ, നോർമലായി നമ്മൾ ചെയ്യാൻ പോകുന്ന ആളെ എടുത്ത് പൊന്തിക്കുകയോ അല്ലെങ്കിൽ ഒരു സാധനം എടുത്ത് പൊന്തിക്കുകയോ ചെയ്യുക. ഓക്കെ, ഒരു വണ്ടിയിൽ നിന്ന് ഒരു സാധനം പുറത്തെടുത്തിടുക, ഇല്ലെങ്കിൽ ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്നൊരു കാര്യങ്ങൾ. ഓക്കെ, ജിമ്മിലായാലും ശരി വെയിറ്റ് പൊന്തിക്കുക, ഇങ്ങനെ ചെയ്യുക. ഒന്നതാണ് ഒരു ആക്ഷൻ നമ്മളുള്ളതാണ്. ഓക്കെ, അവിടെ നമുക്ക് എവിടെയാണ് പ്രഷർ വരുന്നത്, നമ്മൾ എവിടെയാണ് കൂടുതൽ പ്രഷർ ചെലുത്തുന്നത് എപ്പോഴാണ് എന്ന് വെച്ചാൽ സാധനം പൊന്തിക്കുമ്പോൾ. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അതേപോലെ നമ്മളൊരു സാധനം ഒരാളെ ഉന്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ ഉന്തുന്നു, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധനത്തിനെ നീക്കിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ നമ്മളൊരു വണ്ടീനെ ഉന്താൻ സഹായിക്കുന്നു റോഡിൽ നിന്ന്. ഓക്കെ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഉന്തുമാണ് നമ്മൾ ശക്തി കൊടുക്കുന്നത്, ഉന്തുമാണ് നമ്മൾ പ്രഷർ ചെലുത്തുന്നത് അല്ലേ. പിന്നെ എന്തെങ്കിലും സാധനം വലിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് മതിൽ പിടിച്ച് കയറുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു മരത്തിലെ ചില്ലയിൽ പിടിച്ച് തൂങ്ങി പൊന്താൻ നോക്കുമ്പോൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അന്നേരമാണ് നമ്മൾ പ്രഷർ ചെലുത്തുന്നത്. അപ്പോൾ ഈ ഒരു 3 പൊസിഷനാണ് മെയിൻ പൊസിഷൻസ് എക്സസൈസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എപ്പോഴാണോ പ്രഷർ ചെലുത്തുന്നത്, എപ്പോഴാണോ റിലാക്സ് ആവുന്നത്, എപ്പോഴാണോ പ്രഷർ ചെലുത്തുന്നത്, അപ്പോഴും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ബ്രീത്ത് ഔട്ട്. ഓക്കെ, പ്രഷർ ചെലുത്തുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ മാർഷൽ ആർട്സും ബോക്സിങ്ങും ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പഞ്ച് ചെയ്യുമ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. എന്തിനാണ് വെച്ചാൽ നമ്മുടെ ബോഡി പോസ്ചർ ഒന്നും അനങ്ങാണ്ടിരിക്കാൻ, പിന്നെ നമ്മൾ എല്ലാം ഒന്നും കോംപ്രമൈസ് ആവരുത്, നമ്മൾ ബോഡി ഒന്നിനും കോംപ്രമൈസ് ആവാണ്ടിരിക്കാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ സ്ട്രോങ് ആയി. ഓക്കെ, നമ്മൾ അതേപോലെ ഇപ്പോൾ പുഷ് ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു, തിരിച്ചു വരുമ്പോൾ ശ്വാസം വലിക്കുന്നത് ഫുൾ എക്സ്പാൻഡ് ആയി, കണ്ടില്ലേ. ഇതാണ് നോർമൽ ഒരു പുഷിൽ പിന്നെ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ശ്വാസം വലിക്കുന്നു. അതേപോലെ ഇപ്പോൾ നമ്മൾ സാധനം എന്തെങ്കിലും വലിക്കുകയാണ്, ഇല്ലെങ്കിൽ നമ്മളൊരു മരത്തിൽ കയറുകയാണ്, നമ്മൾ വലിച്ച് മേലോട്ട് പോവുകയാണ്. അപ്പോൾ മേലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുള്ളപ്പോ ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മേലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ശക്തി കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ശ്വാസം വിടുക, താഴോട്ട് വരുമ്പോൾ പ്രശ്നമില്ല, നമ്മൾ ഫ്രീ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിക്കൊന്നും പ്രശ്നം വരാൻ പോകുന്നില്ല. പക്ഷേ മേലോട്ട് പോകുമ്പോൾ നമ്മൾ എല്ലാം എൻഗേജ് ആവണം, കോർ എൻഗേജ് ആവണം, എല്ലാം എൻഗേജ് ആവണം എന്നറിയില്ല. എങ്ങനെ എൻഗേജ് ആവുന്ന ഒരു ടെക്നിക്കാണ് ഈ ബ്രീതിങ്. ശ്വാസം വിട്ടുകൊണ്ട് പൊന്തുക, ഇങ്ങനെ പൊന്തുക. അപ്പോൾ നമ്മുടെ
ഫുൾ കോർ ഇതാവും. അത് രണ്ടാമത്തെ പൊസിഷൻ. മൂന്നാമത്തെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണീക്കുക ഇരിക്കുക ഒക്കെ ചെയ്യുന്നില്ല. ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മൾ സ്ക്വാട്ട് ചെയ്യും. നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സ്ക്വാട്ട് ചെയ്തിട്ട് പൊന്തി വരും. ജിമ്മിന്നായാലും ശരി, അല്ലെങ്കിൽ ഒരാളെ ഇപ്പം പൊന്തിക്കണം, എമർജൻസിയിൽ ആളെ പൊന്തിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ടാൾ കൂടി പൊന്തിക്കുമ്പം, ഇല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ വന്നു അത് പൊന്തിച്ച് കൊണ്ടുപോകുന്നു. പല ആൾക്കാർക്കും ചെറിയ ഉളുക്കും ചെറിയൊരു വലിയൊക്കെ സംഭവിക്കാറുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ പൊസിഷൻ ആ ഒരു പൊസിഷനിൽ ഫിക്സ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ അറിയാതെ ലൂസായിട്ട് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു ശ്വാസം. അപ്പോൾ നമ്മുടെ ബോഡി ഒന്ന് തിരിയാനോ ചെറിയൊരു ഉളുക്ക് സംഭവിക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പൊസിഷനിൽ നമ്മൾ താഴോട്ട് ഇരിക്കുമ്പോൾ പ്രശ്നമില്ല, നമ്മൾ നോർമൽ പൊസിഷനിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ഗുനിയുമ്പോൾ പ്രശ്നമില്ല. ശ്വാസം പുറത്തേക്ക് ഇരിക്കുക, ശ്വാസം പൊന്തിക്കാൻ പോകുന്നത് ശ്വാസം വിടുക. അപ്പോൾ നമ്മൾ എൻഗേജായി, കോർ എൻഗേജായി, എല്ലാം സ്ട്രോങ് ആയി. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എല്ലാ മൂവ്മെൻറ്റിലും നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ജിമ്മിലായാലും ശരി എവിടെയായാലും എല്ലാവരും ഇത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. ജിമ്മിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കണം ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അതുവരെയ്ക്കും നമസ്കാരം. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആൻഡ് എക്സസൈസസ് വരാൻ പോകുന്നുണ്ട്. പക്ഷേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ മോട്ടിവേറ്റ് ചെയ്യുക. താങ്ക് യു.